നമസ്കാരം, 24 മാറ്റ്നി റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AK സാജൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുതിയതായി പുറത്തിറങ്ങിയ പുതിയ നിയമം എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വലിച്ചു നീട്ടാതെ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലർ മൂവിയാണ് പുതിയ നിയമം. താൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നയൻതാര ചിത്രത്തിന്റെ ഹൈലൈറ്റ് നയൻതാര തന്നെയാണ്. ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് നയൻതാര കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥാകൃത്തും ഡയറക്ടറും ഒരാൾ തന്നെ, AK സാജൻ. വളരെ മികച്ച രീതിയിലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്താൻ ഈ ചിത്രത്തിന് സാധിച്ചു. കത്രിക എന്ന TV പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് പരിചയമായൊരു മുഖം, അതാണ് അഡ്വക്കേറ്റ് ലൂയിസ് പോത്തൻ. അഡ്വക്കേറ്റ് ലൂയിസ് പോത്തൻ എന്ന് പറഞ്ഞല്ലോ. ചിത്രത്തിൽ TV പ്രോഗ്രാം മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലി. ഇടയ്ക്കൊക്കെ വക്കീല് പണിയുണ്ട്. വക്കീൽ എന്ന് പറഞ്ഞാൽ സാധാ ഒരു വക്കീലല്ല കേട്ടോ, ഡൈവേഴ്സ് സ്പെഷ്യലിസ്റ്റ്. കുടുംബം എന്താണെന്നും കുടുംബത്തിന്റെ വാല്യൂ എന്താണെന്നും മനസ്സിലാക്കുന്ന ഒരു ഡൈവേഴ്സ് സ്പെഷ്യലിസ്റ്റ്. ലൂയിസ് പോത്തനായി മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യയായി നയൻതാരയും അഭിനയിക്കുന്നു. നയൻതാര ചിത്രത്തിൽ ആരാന്ന് ചോദിച്ചാൽ ഒരു കഥകളി ആർട്ടിസ്റ്റാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം. പെട്ടെന്ന് അസാധാരണമായി നയൻതാരയിൽ ബാധിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതാണ് ചിത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിത്രത്തിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറയേണ്ടതൊക്കെ പുതിയതായി ഒന്നും അതിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ എടുത്തു പറയേണ്ടത് എന്തോ ചിത്രത്തിന്റെ ബീജിയം. ചിത്രത്തിന്റെ ബീജിയം എന്ന് പറയുമ്പോൾ ആ ക്ലൈമാക്സ്, ചിത്രത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആ ബീജിയം തരുന്നൊരു ഫീല് അത് വേറെ ലെവലാ. മലയാളത്തിൽ ഇതിനു മുമ്പ് വന്നുപോയ ചിത്രങ്ങളുടെ സ്ക്രിപ്റ്റുമായിട്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് ചെറിയ സാമ്യമുണ്ട്. പക്ഷെ അവയിൽ നിന്നെല്ലാം ഈ ചിത്രത്തെ മാറ്റി നിർത്തുന്നത് ഈ ചിത്രത്തിന്റെ വേറിട്ട അവതരണ രീതിയാണ്. ഈ വേറിട്ട അവതരണ രീതി എന്ന് ഉദ്ദേശിച്ചത് എന്താ? സിനിമ തുടക്കം മുതൽ അവസാനം വരെ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമ്മളെ ചിത്രം ഇങ്ങനെ എന്താ പറയുക, ഓരോ സെക്കൻഡിലും നമ്മളിങ്ങനെ ആകാംക്ഷയുടെ മുന്നിൽ ഇങ്ങനെ നിർത്തും. അത് അടുത്ത എന്താ സംഭവിക്കാൻ വേണം, അവിടെ എന്താ സംഭവിച്ചത്, നമുക്ക് എന്താ മനസ്സിലാവാത്ത രീതിയിൽ നമ്മളിങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെ അവസാനത്തെ സീൻ വരുമ്പോൾ, അതായത് ക്ലൈമാക്സിനോട് ചിത്രം അടുത്ത് വരുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും. സീരിയസ്ലി ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഇതിനു മുമ്പ് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കോപ്പി അടിക്കാൻ ശ്രമിച്ചതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ചില ഡയലോഗുകളും ചില സാമ്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഞാനൊന്നും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വിവേക് ഹർഷനാണ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ അല്പം കൂടി നന്നാക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ദ സ്പെഷ്യൽ മാൻ ഓഫ് ദി ഷോ, നമ്മുടെ മമ്മൂക്കനെ കുറിച്ച് പറഞ്ഞാൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഈ മൂവിയിൽ അടിപൊളിയായിരുന്നു. എടുത്തു പറയത്തക്ക മമ്മൂക്കയ്ക്ക് ഈ ചിത്രത്തിൽ ഒരുപാട് സീൻസ് ഒന്നുമില്ല, പക്ഷെ കുറേ നല്ല നല്ല ഡയലോഗുകൾ മമ്മൂക്കയ്ക്ക് ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രത്തിൽ നയൻതാരയ്ക്കാണ് കൂടുതൽ സീൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. മലയാളത്തിൽ ഒരു എന്താ പറയുക, ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് പുതിയ നിയമം. ഇനിയും ഇതേപോലെ ഒരുപാട് ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവികൾ മലയാളത്തിൽ വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഓവറോൾ ഈ വീക്കിൽ നിങ്ങൾക്കൊരു ത്രില്ലർ ഫാമിലി പിക്ചറാണ് കാണാൻ ആഗ്രഹമെങ്കിൽ പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. പുതിയ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ, പുതിയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ. എല്ലാ ചിത്രങ്ങളെയും നമുക്ക് വിജയിപ്പിക്കാൻ നോക്കാം, ശ്രമിക്കാം ഒരുമിച്ച്. 24 മാറ്റ്നി റേറ്റിംഗ് ഫോർ പുതിയ നിയമം ഈസ് 3.5 ഔട്ട് ഓഫ് 5, 3.5 ഔട്ട് ഓഫ് 5. അപ്പോൾ നമുക്ക് ഈ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ ലിസണിങ് ടു മൈ റിവ്യൂ. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.